Next is design of screen. Design a manually cleaned bar screen for peak sewage flow of 35 million liters per day. പീക്ക് സ്യൂവേജ് ഫ്ലോ ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അത് 35 മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ. ഇനി പീക്ക് ഫ്ലോ അല്ല ആവറേജ് ഫ്ലോ തരയാണെങ്കിൽ അത് നമ്മൾ മാക്സിമം ഫ്ലോ എന്ന് പറഞ്ഞത് ഒരു 2 to 3 ടൈംസോ എന്തെങ്കിലും അസ്യൂം ചെയ്യുക. അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ. നമ്മളെപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ മാക്സിമം ഫ്ലോയ്ക്ക് ഡിസൈൻ ചെയ്യാറുള്ളൂ. അപ്പോൾ പീക്ക് സ്യൂവേജ് ഫ്ലോ 35 മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ, അതിനെ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 35 ഇൻറ്റു മില്യൺ ലിറ്ററിനെ ലിറ്ററാക്കാൻ ഇൻറ്റു 10⁶ ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു 60 ഇൻറ്റു 60 ഇൻറ്റു 1000. ഇനി ഡിസ്ചാർജ് അറിയാം, നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ വെലോസിറ്റി അസ്യൂം ചെയ്യണം. അപ്പോൾ ലെറ്റ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ ദ സ്ക്രീൻ ദറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ വി ഈക്വൽ ടു 0.8 മീറ്റർ പെർ സെക്കൻഡ്. 0.8 എന്ന് പറഞ്ഞാൽ ഡിസൈൻ കൺസിഡറേഷനിൽ 0.75 ആണ് നമ്മൾ എഴുതിയേക്കണേ. അതിനെ റൗണ്ട് ചെയ്തിട്ടാണ് 0.8 എന്ന് എടുത്തത്. 0.8 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ വെർട്ടിക്കൽ പ്രൊജക്റ്റഡ് ഏരിയ ഓഫ് ദ സ്ക്രീൻ ഓപ്പണിങ്സ് എ ഈക്വൽ ടു ക്യൂ. ഏരിയ എന്ന് പറഞ്ഞത് ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ക്യൂ 0.045 ഡിവൈഡഡ് ബൈ 0.8 ഈക്വൽ ടു 0.506 മീറ്റർ സ്ക്വയർ. ഇനി ഏരിയ കിട്ടി. ബാറിൻ്റെ സൈസ് നമുക്കറിയാം, നമ്മൾ ഡിസൈൻ കൺസിഡറേഷൻ എഴുതിയിട്ടുണ്ട്. ലെറ്റ് സ്ക്രീൻ വിത്ത് ബാർസ് ഓഫ് സൈസ് 10 millimeter by 50 millimeter ആൻഡ് ദ ക്ലിയർ സ്പേസിങ് ബിറ്റ്വീൻ ബാർസ് എന്ന് പറഞ്ഞത് 30 millimeter. ഇത് രണ്ടും നമ്മൾ അസ്യൂം ചെയ്യണം. അതിൽ നിന്ന് എഫിഷ്യൻസി കോഎഫിഷ്യൻ്റ് ഓഫ് ബാർസ് ഈക്വൽ ടു ക്ലിയർ സ്പേസിംഗ് ബിറ്റ്വീൻ ബാർസ് ഡിവൈഡഡ് ബൈ ക്ലിയർ സ്പേസിംഗ് ബിറ്റ്വീൻ ബാർസ് പ്ലസ് തിക്നെസ് ഓഫ് ബാർ. ആ ഇക്വേഷനാണ്. എഫിഷ്യൻസി കോഎഫിഷ്യൻ്റ് ഈക്വൽ ടു ക്ലിയർ സ്പേസിംഗ് ബിറ്റ്വീൻ ബാർസ് ഡിവൈഡഡ് ബൈ ക്ലിയർ സ്പേസിംഗ് ബിറ്റ്വീൻ ബാർസ് പ്ലസ് തിക്നെസ് ഓഫ് ബാർ. എഫിഷ്യൻസി കോഎഫിഷ്യൻ്റ് അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലിയർ സ്പേസിംഗ് ബിറ്റ്വീൻ ബാർസ് നമ്മൾ അസ്യൂം ചെയ്തു 30 millimeter ഡിവൈഡഡ് ബൈ 30 പ്ലസ് തിക്നെസ് ഓഫ് ബാർ എന്ന് പറഞ്ഞത് 10 millimeter ദാറ്റ് ഈക്വൽ ടു 0.75. അപ്പോൾ എഫിഷ്യൻസി കോഎഫിഷ്യൻ്റ് കിട്ടി. ഇതിൽ നിന്ന് വെർട്ടിക്കൽ പ്രൊജക്റ്റഡ് ഗ്രോസ് ഏരിയ ഓഫ് ദ സ്ക്രീൻ ഈക്വൽ ടു that is vertical projected area of the screen openings divided by efficiency coefficient. അപ്പോൾ vertical projected gross area of the screen എന്ന് പറഞ്ഞാൽ 0.506 divided by 0.75 equal to 0.675 meter square. Then assume the number of bars. Suppose the number of bars is 20, then the openings will be 21. നമ്പർ ഓഫ് ബാർസിനേക്കാൾ ഒന്ന് കൂടുതലായിരിക്കും നമ്പർ ഓഫ് ഓപ്പണിങ്സ്. അതിൽ നിന്ന് ഗ്രോസ് വിഡ്ത്ത് ഓഫ് ദ സ്ക്രീൻ ആൻഡ് ദസ് ഓഫ് ദ സ്ക്രീൻ ചാനൽ, ആ സ്ക്രീനിൻ്റെയും ചാനലിൻ്റെ എല്ലാം കൂടെ ചേർത്തിട്ട് ടോട്ടൽ വിഡ്ത്ത് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ W ഈക്വൽ ടു 20 ബാർസ് ഉണ്ട്. ഒരു ബാറിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞത് 10 mm. അപ്പോൾ 20യുടെ ആകുമ്പോൾ 20 ഇൻറ്റു 10 mm അതിന് മീറ്ററിലോട്ട് ആക്കുക. അപ്പോൾ ഡിവൈഡഡ് ബൈ 1000 പ്ലസ് ഓപ്പണിങ്സ് 21 ഉണ്ട്. ആ ഓപ്പണിംഗ് സ്പേസ് എന്ന് പറഞ്ഞത് 30. അപ്പോൾ 21 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 1000. ഈ 1000 എന്ന് പറഞ്ഞത് മീറ്ററിലോട്ട് കണ്ടു. അപ്പോൾ ഈക്വൽ ടു 0.83 മീറ്റർ. അപ്പോൾ ഗ്രോസ് വിഡ്ത്ത് ഓഫ് ദ സ്ക്രീൻ കിട്ടി. ഇതിൽ നിന്ന് ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻ ദ സ്ക്രീൻ ചാനൽ, സ്മോൾ d ഈക്വൽ ടു 0.675 ഡിവൈഡഡ് ബൈ 0.83 എന്ന് പറഞ്ഞാൽ ഡെപ്ത് കണ്ടുപിടിക്കണമെങ്കിൽ ദിസ് ഏരിയ 0.675 ഡിവൈഡഡ് ബൈ വിഡ്ത്ത് ഓഫ് ദ സ്ക്രീൻ ചാനൽ ദാറ്റ് ഈക്വൽ ടു 0.81 മീറ്റർ. ദാറ്റ് ഈസ് വെർട്ടിക്കൽ പ്രൊജക്റ്റഡ് ഗ്രോസ് ഏരിയ ഓഫ് ദ സ്ക്രീൻ ഡിവൈഡഡ് ബൈ വിഡ്ത്ത് ഓഫ് ദ സ്ക്രീൻ. ഇനി അസ്യൂമിങ് ദ ടോപ്പ് of the screen to be 0.3 meter above the highest flow level. അപ്പോൾ ആ ഹയസ്റ്റ് ഫ്ലോ ലെവലിൽ നിന്ന് 0.3 meter മേളിലാണ് സ്ക്രീനിൻ്റെ ടോപ്പ് എന്ന് അസ്യൂം ചെയ്യുക. അതുപോലെ ഫ്രീ ബോർഡ് നമ്മൾ ഡിസൈൻ കൺസിഡറേഷൻ എഴുതിയിട്ടുണ്ട് 0.3 meter. അപ്പോൾ ടോട്ടൽ ഡെപ്ത് ഓഫ് ദ സ്ക്രീൻ ചാനൽ ക്യാപിറ്റൽ D ഈക്വൽ ടു നേരത്തെ നമ്മൾ ഡെപ്ത് കണ്ടുപിടിച്ചു ദാറ്റ് ഈസ് 0.81
പ്ലസ് 0.3. ഈ 0.3 എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓഫ് ദ സ്ക്രീൻ എബവ് ദ ഹയസ്റ്റ് ഫ്ലോ ലെവൽ പ്ലസ് ഫ്രീ ബോർഡ് 0.3 1.141 മീറ്റർ. ഇനി വെലോസിറ്റി ഫ്ലോ ഇൻ ദ സ്ക്രീൻ ചാനൽ സ്മോൾ വി കണ്ടുപിടിക്കണം. സ്മോൾ വി ഈക്വൽ ടു വീണ്ടും ക്യൂ ഡിവൈഡഡ് ബൈ ഏരിയ, ക്യൂ ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഇൻറ്റു ഡി, ദറ്റ് ഈസ് ക്രോസ് സെക്ഷണൽ ഏരിയ. ക്യൂ എന്ന് പറഞ്ഞത് 0.405 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 0.83 ഇൻറ്റു 0.81. 0.83 ഈസ് ദ വിഡ്ത്ത്, 0.81 എന്ന് പറഞ്ഞത് ഡെപ്ത്. അപ്പോൾ ഈക്വൽ ടു 0.602 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞത് ഹെഡ് ലോസ് ത്രൂ ദ സ്ക്രീൻ. കാൽക്കുലേറ്റ് ദ ഹെഡ് ലോസ് ത്രൂ ദ സ്ക്രീൻ. HL ഈക്വൽ ടു നമ്മുടെ ഫസ്റ്റ് 2 ഇക്വേഷൻ കഴിഞ്ഞ ഡിസൈൻ കൺസിഡറേഷൻ കഴിഞ്ഞിട്ട് 2 ഇക്വേഷൻ എഴുതി ഹെഡ് ലോസ് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഒന്നും തന്നിട്ടില്ല, അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഹെഡ് ലോസ് ത്രൂ ദ സ്ക്രീൻ HL ഈക്വൽ ടു 0.0729 ഇൻറ്റു ക്യാപിറ്റൽ വി സ്ക്വയർ മൈനസ് സ്മോൾ വി സ്ക്വയർ. ക്യാപിറ്റൽ വി എന്ന് പറഞ്ഞത് നമ്മൾ അസ്യൂം ചെയ്ത വാല്യൂ 0.8, സ്മോൾ വി കണ്ടുപിടിച്ചു 0.602. അപ്പോൾ ഹെഡ് ലോസ് ഈക്വൽ ടു 20.2 mm. This will be the head loss when the screen is clean. If the screen is half clogged, half clogged ആണെങ്കിൽ വെലോസിറ്റി എന്ന് പറഞ്ഞത് ഡബിൾ ആവും. വി ഈക്വൽ ടു 2 ഇൻറ്റു 0.8. 0.8 നമ്മൾ വെലോസിറ്റി അസ്യൂം ചെയ്ത് അതിൻ്റെ ഡബിൾ എന്ന് പറഞ്ഞത് 1.6 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ HL ഈക്വൽ ടു ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 1.6 സ്ക്വയർ മൈനസ് 0.602 സ്ക്വയർ, അപ്പോൾ ഈക്വൽ ടു 160.2 mm. അപ്പോൾ വെൻ സ്ക്രീൻ ക്ലീൻ ആണെങ്കിൽ ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് ഓപ്പറേഷൻ ദ ഹെഡ് ലോസ് എന്ന് പറഞ്ഞത് ഓൺലി 20.2 mm. വെൻ ദ സ്ക്രീൻ ഈസ് ഹാഫ് ക്ലോഡ് ആവുമ്പം ഏകദേശം ഇതിൻ്റെ ഹെഡ് ലോസ് എന്ന് പറഞ്ഞത് ഒരു നിയർലി 8 ടൈംസ് എന്ന് പറഞ്ഞാൽ 160.2 mm. അപ്പോൾ ഹെൻസ് ദ ബാർ സ്ക്രീൻ ഷുഡ് ബി ഫ്രീക്വൻ്റ്ലി ക്ലീൻഡ് ഇൻ ഓർഡർ ടു കീപ് ദ ഹെഡ് ലോസ് വിത്തിൻ എ ഡിസൈറബിൾ ലിമിറ്റ്. ഇപ്പോൾ ഈ ഹാഫ് ക്ലോഡിൻ്റെത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി മറ്റേ വെച്ച് ചെയ്തിരുന്നാലും മതി. ഇനി ഹൈഡ്രോളിക് ലോഡിംഗ് ഫോർ പീക്ക് ഫ്ലോ ഈക്വൽ ടു ഹൈഡ്രോളിക് ലോഡിംഗ് എന്ന് പറഞ്ഞത് ക്യൂ ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഇൻറ്റു ഡി. പക്ഷേ ഹൈഡ്രോളിക് ലോഡിംഗ് എക്സ്പ്രസ് ചെയ്യണത് ഇൻ ടേംസ് ഓഫ് മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ പെർ മീറ്റർ സ്ക്വയർ. അതുകൊണ്ട് ക്യൂ എന്ന് പറഞ്ഞത് മില്യൺ ലിറ്ററിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്ന വാല്യൂ 35 mld ഡിവൈഡഡ് ബൈ ഡബ്ല്യു എന്ന് പറഞ്ഞത് വിഡ്ത്ത് ഓഫ് ദ ചാനൽ 0.83 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ ഡെപ്ത് 0.81 ഈക്വൽ ടു 52.06 മില്യൺ ലിറ്റർ പെർ ഡേ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇത്രയാ സ്ക്രീനിൻ്റെ ഡിസൈൻ. ആ ഡിസൈൻ ചെയ്തിട്ട് ഫിഗറും കൂടെ വരയ്ക്കണം, എന്നാലേ പറ്റുള്ളൂ. ആ ഫിഗറും കൂടെ ഞാൻ അയച്ചു തരാം. അപ്പം നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചെയ്ത ഇതിനകത്ത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനൊന്നും തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലെങ്ത് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യില്ല. ഇതിലിപ്പോൾ ആണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ എ സ്ക്രീൻ ചാനൽ ഫോർ എ പീക്ക് സിവേജ് ഫ്ലോ ഓഫ് 45 million liters per day. Given size of bars 15 millimeter by 50 millimeter, clear spacing between bars 30 millimeter, angle of inclination of screen with the horizontal 45 degree, diameter of incoming sewer 0.65 meter. അപ്പോൾ നേരത്തെ നമ്മൾ ഇതെല്ലാം അസ്യൂം ചെയ്തു, സൈസും സ്പേസിങ്ങും ഒക്കെ. അപ്പോൾ ഇവിടെയും ക്വസ്റ്റ്യനിൽ പീക്ക് സിവേജ് ഫ്ലോ തന്നേക്കണത് 45 mld, അതിനെ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് ഫ്ലോ അറിയാം, ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ വെലോസിറ്റി വേണം. വെലോസിറ്റി അസ്യൂം ചെയ്യുക. അസ്യൂം ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ ദ സ്ക്രീൻ ഈക്വൽ ടു 0.8 മീറ്റർ പെർ സെക്കൻഡ്. 0.75 ആണ്, അതിനെ റൗണ്ട് ചെയ്തിട്ടാണ് 0.8 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ വെർട്ടിക്കൽ പ്രൊജക്റ്റഡ് ഏരിയ ഓഫ് ദ സ്ക്രീൻ ഓപ്പണിങ്സ് AS ഈക്വൽ ടു AS എന്നോ A എന്നോ എഴുതാം. ദാറ്റ് ഈക്വൽ ടു ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി 0.521 ഡിവൈഡഡ് ബൈ 0.8 ഈക്വൽ ടു 0.651 മീറ്റർ സ്ക്വയർ. ഇനി വെർട്ടിക്കൽ പ്രൊജക്റ്റഡ് ഏരിയ അറിയാം. ഇനി അതിൽ നിന്ന് ഡെപ്ത് ഓഫ് ഫ്ലോ അസ്യൂം ചെയ്യുക. ലെറ്റ് ദ ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻ ദ സ്ക്രീൻ ചാനൽ
D equal to 1 meter. അത് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതിൽ നിന്ന് നമ്പർ ഓഫ് ഓപ്പണിങ്സ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ഓപ്പണിങ്സ് എന്ന് പറഞ്ഞത് വെർട്ടിക്കൽ പ്രൊജക്റ്റഡ് ഏരിയ ഓഫ് ദ സ്ക്രീൻ ഓപ്പണിങ്സ് ഡിവൈഡഡ് ബൈ ഡെപ്ത് ഇൻറ്റു സ്പേസിംഗ് ബിറ്റ്വീൻ ബാർസ്. അതാണ് നമ്പർ ഓഫ് സ്ക്രീൻ ഓപ്പണിങ്സ് എന്ന് പറഞ്ഞത്. വെർട്ടിക്കൽ പ്രൊജക്റ്റഡ് ഏരിയ ഓഫ് ദ സ്ക്രീൻ ഓപ്പണിങ്സ് ഡിവൈഡഡ് ബൈ ഡെപ്ത് ഇൻറ്റു സ്പേസിംഗ് ബിറ്റ്വീൻ ബാർസ്. അപ്പോൾ കിട്ടുന്ന 21.7 അതിനെ 22 ആയിട്ട് നമ്മൾ റൗണ്ട് ചെയ്തു. 22 ആണ് സ്ക്രീൻ ഓപ്പണിങ്സ് കിട്ടിയത്. അപ്പം നമ്പർ ഓഫ് ബാർസ് എന്ന് പറഞ്ഞത് ഈ ഓപ്പണിങ്സിനേക്കാളും 1 കുറവായിരിക്കും. അപ്പം നമ്പർ ഓഫ് ബാർസ് ഈക്വൽ ടു 22 - 1 ഈക്വൽ ടു 21. ഇനി ഇതിൽ നിന്ന് നേരത്തെ ചെയ്ത മാതിരി വിഡ്ത്ത് കണ്ടുപിടിക്കുക. വിഡ്ത്ത് ഓഫ് സ്ക്രീൻ ചാനൽ W ഈക്വൽ ടു 22 × 30 / 1000 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബാർസ് സ്പേസിങ് നമ്പർ ഓഫ് ബാർസ് 21 ഇൻറ്റു തിക്നെസ് എന്ന് പറഞ്ഞാൽ 15 ബൈ ഈ 1000 എന്ന് പറഞ്ഞത് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം. 15 millimeter ആണ്. പ്ലസ് നമ്പർ ഓഫ് ഓപ്പണിങ്സ് എന്ന് പറഞ്ഞാൽ 22, സ്പേസിങ് 30. അപ്പോൾ 22 × 30 / 1000. ഈ 1000 വീണ്ടും ഈ 30 millimeterനെ മീറ്റർ ആക്കി. അപ്പോൾ 0.975 മീറ്റർ. ഇപ്പോൾ വിഡ്ത്ത് ഓഫ് ദ സ്ക്രീൻ ചാനൽ കിട്ടി. ഇപ്പോൾ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ലെങ്ത് ഓഫ് സ്ക്രീൻ ചാനലും കൂടെ കണ്ടുപിടിക്കുക. L ഈക്വൽ ടു length of the screen channel L equal to D plus 0.3 into cot theta plus 1.73 into W plus DS. D എന്ന് പറഞ്ഞത് ഡെപ്ത് നമ്മൾ അസ്യൂം ചെയ്ത 1 പ്ലസ് 0.3 ഇൻറ്റു കോട്ട് തീറ്റ എന്ന് പറഞ്ഞത് 45 ഡിഗ്രി പ്ലസ് 1.73 ഇൻറ്റു 0.975 പ്ലസ് 0.65. ഇനി ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ വേണമെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്തിട്ടും കഴിഞ്ഞ പ്രോബ്ലത്തിൽ ലെങ്ത് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എങ്കിൽ അസ്യൂം ചെയ്യുക. അതിൽ നിന്ന് ലെങ്ത് കണ്ടുപിടിക്കാം. ദെൻ നേരത്തെ പറഞ്ഞ മാതിരി അസ്യൂമിങ് ടോപ്പ് ഓഫ് ദ സ്ക്രീൻ ടു ബി 0.3 മീറ്റർ എബോവ് ദ ഹയസ്റ്റ് ഫ്ലോർ ലെവൽ ആൻഡ് എ ഫ്രീ ബോർഡ് ഓഫ് 0.3 മീറ്റർ. അപ്പോൾ ടോട്ടൽ ഡെപ്ത് ഓഫ് ദ സ്ക്രീൻ ചാനൽ ഈക്വൽ ടു 1 പ്ലസ് 0.3 പ്ലസ് 0.3 ഈക്വൽ ടു 1.6 മീറ്റർ. ഇനി വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻ ദ സ്ക്രീൻ ചാനൽ സ്മോൾ v ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ W ഇൻറ്റു D. Q എന്ന് പറഞ്ഞാൽ 0.521 ഡിവൈഡഡ് ബൈ W വിഡ്ത്ത് ഓഫ് ദ ചാനൽ 0.975 ഇൻറ്റു 1 0.534 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഹെഡ് ലോസ് അടുത്ത് ഹെഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഹെഡ് ലോസ് ത്രൂ ദ സ്ക്രീൻ HL ഈക്വൽ ടു സെയിം ഇക്വേഷൻ 0.0729 into capital V square minus small v square that equal to 0.0729 into 0.8 square minus 0.534 square that equal to 25.9 millimeter. Hydraulic loading for peak flow equal to Q divided by W into D. Q എന്ന് പറഞ്ഞത് ഇവിടെ ഹൈഡ്രോളിക് ലോഡിംഗ് എക്സ്പ്രസ് ചെയ്യുന്നത് മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ Q മില്യൺ ലിറ്ററിൽ 45 ഡിവൈഡഡ് ബൈ വിഡ്ത്ത് ഓഫ് സ്ക്രീൻ ചാനൽ 0.975 ഇൻറ്റു 1. അപ്പോൾ 46.15 മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ പെർ മീറ്റർ സ്ക്വയർ. ഇനി ഇതേപോലെ തന്നെ ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത മാതിരി വേറൊരു ക്വസ്റ്റ്യൻ കൂടെ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതേപോലെ ഇപ്പം നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ് അതും ചെയ്യണത്. ഓക്കെ. ഇത് ഫസ്റ്റ് പ്രോബ്ലം ചെയ്ത മാതിരി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്.